ഞാൻ സ്കൂളിലാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ വർക്ക് എഡ്യൂക്കേഷൻ എന്നൊരു പോസ്റ്റിലാണ്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പോർട്രേറ്റ് ആദ്യമായിട്ടാണ് കൈ വെച്ചത്, പക്ഷെ അത് നന്നായിട്ട് ചെയ്യാൻ ഉണ്ട്. ഞാൻ സ്കൂളിൽ ഇപ്പം ആർട്ടിന്റെ ഇതും കൂടെ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് നല്ല രീതിയിൽ ബോർഡിൽ വരച്ചു കൊടുത്ത് തന്നെ വരപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾ. ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് എടുത്തു വെച്ചിരിക്കണം. നമുക്ക് എന്തെങ്കിലും അതൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ അത് ഇന്ന സാധനം വേണമെന്ന് തപ്പി നമ്മൾ അങ്ങോട്ട് ദൂരോട്ടൊന്നും പോകാൻ പാടില്ല. ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. സ്കൂളിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠനം, നല്ല രീതിയിൽ അവരെ കൊണ്ട് നല്ല രീതിയിൽ വരപ്പിക്കാൻ സാധിക്കണം. അതാണ് മെയിനായിട്ടുള്ള ഇത്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുക, അവരായിട്ട് കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്ത് എങ്ങനെയാണ് അവർ ഡ്രോയിങ് പഠിച്ചത്, എങ്ങനെയാണ് അവരുടെ ഡ്രോയിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്തെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളിപ്പോൾ മിനി മാം ഉണ്ട്. മിനി മാം ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം എന്തൊക്കെയാണ് ജോബ് ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം ആർട്ട് എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്, കൂടാതെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇമ്പ്രൂവ്മെന്റ് വരുത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. കൂടാതെ മാമിന്റെ ഡ്രോയിങ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം മാം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? പേര് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാവോ? ഓക്കെ സാർ. നമസ്കാരം സാർ. എൻ്റെ പേര് മിനി എന്നാണ്. കായംകുളത്താണ് താമസിക്കുന്നത്. ഞാൻ സ്കൂളിലാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ വർക്ക് എഡ്യൂക്കേഷൻ എന്നൊരു പോസ്റ്റിലാണ്. അപ്പോൾ ക്രാഫ്റ്റ് വർക്കാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്, ഞങ്ങൾക്ക് കോൺട്രാക്ട് ബേസിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പം തിങ്കൾ ചൊവ്വ ബുധൻ സ്കൂളിൽ പോയിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിലാണ് സാറിൻ്റെ ക്ലാസ്. രാത്രിയിൽ നിന്ന് കാണുന്നുണ്ട്, എന്നാലും വർക്ക് ചെയ്യുന്നത് ഈ അവധിയുള്ള ദിവസങ്ങളിലാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ രാത്രി അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസം. ചെറിയ ഡ്രോയിങ് ഒന്നും ചെയ്യാതെ പോകുന്നില്ല, ചെയ്യുന്നുണ്ട്. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പോർട്രേറ്റ് ആദ്യമായിട്ടാണ് കൈ വെച്ചത്, പക്ഷെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. കൂടുതലൊന്നും വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ചെയ്തത് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ സാറിനോട് നന്ദി പറയുകയാണ്. എങ്ങനെയാണ് ആർട്ടിലേക്ക് വന്നത്? ചെറുപ്പം മുതലേ വരയ്ക്കായിരുന്നു? വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ +2 വരെ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു എടുത്തത്. അപ്പൊ അതിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു. പിന്നെ മാരേജ് കഴിഞ്ഞപ്പം, പിന്നെ കുട്ടികളെല്ലാം വലുതായി കഴിഞ്ഞപ്പം പഠിക്കണമെന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആദ്യം കമ്പ്യൂട്ടർ കോഴ്സിലായിട്ടാണ് പോയത്. അപ്പൊ അത് കഴിഞ്ഞപ്പം ഫാഷൻ വരയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു പെയിന്റിംഗ് കോഴ്സും ഉണ്ട്, ഫാബ്രിക് പെയിന്റിംഗ് കോഴ്സും ഉണ്ട്, അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫാഷൻ ഡിസൈനിലോട്ടൊന്ന് കൈ വെച്ചു. അത് കഴിഞ്ഞാൽ അതിൽ തന്നെ ഞങ്ങൾക്ക് ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു 5-6 വർഷം ഫാഷൻ ഡിസൈൻ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ സ്കൂളിലോട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടിയത്. അങ്ങനെയാണ് വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പം വരയ്ക്കണമെന്നൊരു ഇൻട്രസ്റ്റ് കൂടിയപ്പം ഇങ്ങനെ വയ്യാണ്ടിരിക്കുമായിരുന്നു ഒരു 2 വർഷം മുമ്പ് വരെ. അപ്പൊ അതിനു മുമ്പ് പെയിന്റിങ് എല്ലാം നന്നായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ 2 വർഷം പെയിന്റിങ് വന്നു. അപ്പൊ സാറിന്റെ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ആഡ് കണ്ടപ്പോഴാണ് ഒന്ന് വരയ്ക്കണമെന്നും നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ഇപ്പം 4 മാസത്തിൽ കൂടുതലായി ജോയിൻ ചെയ്തിട്ട്. പക്ഷെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നാണ് എനിക്കും വിശ്വാസം. എനിക്ക് എല്ലാവരുടെ അടുത്തും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ എക്സ്പെക്ടേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് മനസ്സിൽ? നന്നായിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പം സാധാരണ കാണുന്ന നോർമൽ നമ്മൾ നേരിട്ട് കാണുന്ന ജസ്റ്റ് എനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാലും കൂടുതൽ ടെക്നിക്കുകൾ സാറിന്റെ കോഴ്സിലൂടെ കിട്ടിയപ്പോൾ ഒന്നും കൂടെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടെന്നാണ്. നല്ലവണ്ണം ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട് അതിന്റെ ടെക്നിക്കുകളെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അത് ജോലിയിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നുണ്ടോ? ഉണ്ട്. ഞാൻ സ്കൂളിൽ ഇപ്പം ആർട്ടിന്റെ ഇതും കൂടെ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് നല്ല രീതിയിൽ ബോർഡിൽ വരച്ചു കൊടുത്ത് തന്നെ വരപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നന്നായിട്ട് ചെയ്യുന്നുണ്ട് കുട്ടികൾ. സാറിന് അതിന്റെ ഒരു ഫോട്ടോസ് ഞാൻ ഇടയ്ക്ക് ഇട്ട് തന്നായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടികളിരുന്ന് വരയ്ക്കുന്നതല്ലേ? വരയ്ക്കുന്നത് Yes, yes, yes. ഇപ്പൊ എന്തൊക്കെയാണ് 5-ലും അവർ 6-ലും 7-ലും പഠിപ്പിക്കുന്നത്? നേച്ചുറലായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ സാറിന്റെ കോഴിയുടെ ഒക്കെ പടമൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ആഴ്ച 3 ദിവസമാണ് പോകേണ്ടത്. അപ്പം 2 ദിവസം ഒരു സ്കൂളിൽ പോകുന്നുള്ളൂ. അപ്പം പരമാവധി ചെയ്യാൻ പറ്റുന്നതെല്ലാം സാറിൻ്റെ നിന്നും കിട്ടുന്നതും പിന്നെ നമ്മൾ ചെയ്യുന്നതും എല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രാഫ്റ്റ് വർക്കും ഉണ്ട് അതിന്റെ കൂടെ. ഒരു ഒരുപാട് സന്തോഷമായിട്ടാണ് അത് സന്തോഷം. വർക്ക് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി ഇൻപുട്ട് തരാൻ പറ്റും അതിൻ്റെ അകത്ത്. നമുക്ക് ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്ത്. ഓക്കെ സാർ. നമുക്ക് അതിനൊക്കെ മുമ്പായിട്ട് വരച്ച ഡ്രോയിങ്സ് ഒന്ന് ടോട്ടലി ഒന്ന് റിവ്യൂ ചെയ്തു തരാം ഞാൻ. ഓക്കെ സാർ. ഇത് വന്ന സമയത്ത് വരച്ചല്ലേ കോഴ്സിൻ്റെ അകത്ത്? 2 വർഷം മുമ്പുള്ളതാണ്.
ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തായിരുന്നു ഫീൽ? ബുദ്ധിമുട്ടാന്ന് തോന്നുന്നുണ്ടായിരുന്നോ? ഇല്ല, ആ സിമ്പിൾ ലൈൻസിന്റെ ഒക്കെ വരയ്ക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ആ നാട്ടിൽ ഇതായിട്ട് വരച്ചില്ല, നമ്മള് ഒരു നേച്ചുറൽ ഇതായിട്ട് വരച്ചില്ലായിരുന്നോ? അതില് സ്റ്റാർട്ടിങ് കുഴപ്പമില്ല, ഇടയ്ക്ക് ഇങ്ങനെ വന്ന് വന്ന് വരച്ച് വന്നപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടായി തോന്നി, പിന്നെ കുഴപ്പമില്ലായിരുന്നു. പോർട്രേറ്റ് ആണോ കൂടുതൽ വരയ്ക്കുന്നത്? പോർട്രേറ്റിനോട് ഇപ്പോഴാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നത്, അതിനു മുമ്പ് ഇതൊക്കെ വരയ്ക്കുമായിരുന്നു. ഞാനിപ്പം ആർട്ട്ലൈനിന്റെ പെൻസിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്, കൂടുതലും അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് ഒക്കെ വരാനല്ലേ ഉള്ളൂ സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഉം. ഇടയ്ക്ക് ഇപ്പൊ ഒന്ന് നമ്മുടെ ചാർക്കോൾ പെൻസിൽ ഒന്നും ചെറുതായിട്ട് ആദ്യമായിട്ടൊന്ന് യൂസ് ചെയ്തായിരുന്നു, അല്ലാണ്ട് ഉം. വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ടൂൾസ്. അപ്പൊ അതൊന്നും കൂടെ ഞാൻ ചോദിക്കാൻ വേണ്ടിയായിരുന്നു. ഫുള്ളി HB പെൻസില് 6B അങ്ങനെ വന്നിട്ടുള്ളൂ, 10B അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഉം. ഞാനൊരു വീഡിയോ ക്ലാസ് തരുമ്പോഴേ എനിക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചോളൂ. ഞാനൊരു വീഡിയോ അയച്ചുതരാം പെൻസിൽസിന്റെ. ആ അപ്പം അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള പെൻസിൽസ് വാങ്ങാം. ഇനിയിപ്പോൾ ഒരു 10B ഗ്രേഡൊക്കെ പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഡാർക്കറായിട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക്. ചെയ്തപ്പം 2B ഒക്കെ വന്നിട്ടുള്ളൂ, ഫുള്ളി യൂസ് ചെയ്തിട്ടില്ല. ഉം. നന്നായിട്ടുണ്ട്. ആ ഇൻഡന്റിന്റെ റിസൾട്ടൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു ഇന്ത്യൻ ടീം. നല്ല എൻജോയ് ചെയ്തിട്ട് അത് ചെയ്തത്. ഉം. വേറൊരു ചിത്രം ലാസ്റ്റ് കണ്ടായിരുന്നു ചെയ്തതിനകത്ത് സെയിം പോലെ. എന്തോ വേറൊരു ചിത്രം അതുപോലെ തന്നെ കണ്ടായിരുന്നു ഞാൻ. ചെയ്തു. ലാസ്റ്റ് ചെയ്തതിനകത്ത് ഇന്ത്യൻ ടീം യൂസ് ചെയ്തിട്ടുണ്ട്, മുഖത്തിന്റെ ഒരു ഇതൊക്കെ. പിക്ചേഴ്സ് ഒക്കെ എവിടെ നിന്ന് എടുക്കുന്നത് നോക്കി വരയ്ക്കാൻ? പിക്ചേഴ്സ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണുമ്പോൾ അതൊന്നും ചെയ്യാറുണ്ട്. പിന്നെ സാർ ഇപ്പം പറഞ്ഞ പിൻട്രസ്റ്റിൽ നിന്ന്, എന്നാലും എനിക്ക് മനസ്സിൽ തോന്നുന്നു ഞാൻ കൂടുതൽ വരയ്ക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നതായിരുന്നു. അത് കഴിഞ്ഞ് ഇതും തന്നെ ചെയ്തതാണ്. ഇത് പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വരച്ചതായത്. അന്നത്തെക്കാളിൽ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ആയിട്ടൊന്നും. ആദ്യം കണ്ണ് വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ? ഷേപ്പ് മാറി ആ പോകുന്ന ഇഷ്യൂ. ഉണ്ട്. എന്നുവെച്ചാൽ അറിയാതെ വരയ്ക്കുന്നതല്ലേ. ഇപ്പം ഉം. ടെക്നിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോ ഒന്നും കൂടെ നന്നായിട്ടുണ്ട്. ഫേസ് വരയ്ക്കുന്നത് കുറേ പേർക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലാവർക്കും അങ്ങനെ ഉം, തന്നെയാണ്. പക്ഷെ ഒരു ഉം, ലെവൽ കഴിഞ്ഞ് അതിൻ്റെ മെത്തേഡൊക്കെ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. പിന്നെ ഉം. സ്റ്റക്ക് ആവുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഷെയ്ഡിങ് ആണ്. ഷെയ്ഡിങ് ആണ്. ഷെയ്ഡിങ് കുറച്ചധികം ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരു പൊട്ടേറ്റ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ, നമുക്ക് ഉം, എല്ലാ ടോപ്പിക്കുകളും പ്രാക്ടീസ് ചെയ്യണം. ഇതൊക്കെ ഇത്തരത്തിൽ ഷെയ്ഡുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നത് നല്ലതാണ്. ഉം, ഉം. കുറച്ചും കൂടി ലൈറ്റ് ആൻഡ് ഷാഡോനെ കുറിച്ച് കുറച്ചും കൂടി ഒരു നോളജ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആ പെൻസിൽ സെറ്റ് വാങ്ങുന്നത് നല്ലതായിരിക്കും. HB മുതൽ ഒരു 10B റേഞ്ച് വരെയുള്ള പെൻസിൽസ്. അതിന്റെ ഉം, ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് അയച്ചുതരാം കേട്ടോ. ആ ആ പിന്നെ ഇനി മുതൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഞാൻ അവസാനം ഒരു ചിത്രം നോക്കിക്കോട്ടെ കേട്ടോ. അപ്പൊ ഔട്ട്ലൈൻ ഒക്കെ ഒരുവിധം കോൺഫിഡന്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല എന്ത് ചിത്രം വന്നാലും. ഉണ്ട്. ഇപ്പൊ പെൻ ഉപയോഗിച്ച് ഡയറക്റ്റ് വരയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം. ഉം. ഇതിൽ ഇൻഡന്റിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഫേസിന്റെ അവിടെയൊക്കെ. ഞാൻ ഇത് വെച്ചിട്ട് ഇതല്ലേ ലേറ്റസ്റ്റ് ആയിട്ട് വരച്ച ഒരു ചിത്രം? ചെയ്തത്. സ്റ്റുഡൻസിന്റെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല പോലെയുണ്ട്. സൂസൻ മാമും ലൈല അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ നല്ല കമന്റ് ഇടുന്നുണ്ട്. പിന്നെ ഹരിസാറ്, അങ്ങനെ കുറച്ച് പേരുണ്ട്. അതായത് ഈ ഒരു ലെവൽ വരെ എത്തിയല്ലോ, അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് കുറേ മെത്തേഡുകളും ടെക്നിക്കെല്ലാം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഔട്ട്ലൈൻ കറക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഷെയ്ഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇൻഡന്റിങ് മെത്തേഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് ഷെയ്ഡിങ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി പറഞ്ഞല്ലോ, ഔട്ട്ലൈൻ ഉം, കോൺഫിഡൻ്റ് ആയെന്ന് പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഷെയ്ഡിങ് ഇംപ്രൂവ് ചെയ്യേണ്ടി വരും. അപ്പം അതിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റെഫറൻസ് പിക്ചർ നോക്കിയിട്ടാണ് വരച്ചത് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ റെഫറൻസ് പിക്ചർ എടുക്കുമ്പോൾ ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള ഇത് ഓൾറെഡി ഒരു ഡ്രോയിങ് ആണ്. ഇതിനേക്കാളും ആണാണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ്ങുകൾ എടുക്കാനായിട്ട് നോക്കിക്കോളൂ. ഉം, അത് കഴിഞ്ഞ് അതും ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പം അടുത്ത ഉം, ഉം. ലെവലിലോട്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചെറിയൊരു ഷേപ്പ് ഡിഫറൻസ്, അത് കുഴപ്പമൊന്നുമില്ല. അത് വരച്ച് കുറച്ചൊന്ന് പ്രാക്ടീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ഓൾറെഡി മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഒരു ലിപ്പ് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു ആ പോയത് കാര്യങ്ങളൊക്കെ ആ അറിയാമല്ലോ. ആ നമുക്ക് ഷെയ്ഡിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഈ ചിത്രം ഇതേപോലെ ഇപ്പം നമ്മൾ വലുതാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അധികം ക്ലാരിറ്റി വേറൊരു രീതിയിലാണ് നോക്കി കാണുന്നത്. ഈ ചിത്രം തന്നെ മൊബൈലിലൊക്കെ എടുത്തിട്ട് സൂം ഔട്ട് ചെയ്ത് ടോട്ടൽ നോക്കുക. കണ്ടോ? സൂം ഔട്ട് ചെയ്ത് ടോട്ടൽ നോക്കുന്ന സമയത്ത് ഇതിനെ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റണം. അപ്പം ഉം. ഞാൻ ഇതിവിടെ ഒരു സൈഡിൽ സൂം ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ചിത്രം വലുതാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കുറേ അതുകൊണ്ട് നല്ല ആ
അത് വ്യത്യാസമുണ്ട്. അത് വ്യത്യാസം ഷേപ്പിലല്ല, കൂടുതൽ വ്യത്യാസം ഷെയ്ഡിലാണ്. അത് വ്യത്യാസം എന്നല്ല ശരി. അതിനെ പറയണ്ടേ, കുറച്ചും കൂടി കൂടുതൽ ചെയ്യാനുണ്ട് അതിൻ്റെ അകത്ത്. അത്രേ ഉള്ളൂ കാര്യം. ഉണ്ട്. ഉം, ഉം. തെറ്റുകളോ മിസ്റ്റേക്കോ ഒന്നുമല്ല, കുറച്ചും കൂടി കൂടുതൽ അതിൻ്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവും. ഞാൻ സിമ്പിളായിട്ട് ഇവിടെ എനിക്ക് ചെയ്യാം, ഞാനിപ്പോൾ ഡിജിറ്റൽ മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഉം. ചെയ്യാൻ പറ്റുന്ന പോലെ ഞാനത് കാണിച്ചു തരാം സിമ്പിളായിട്ട്. ഈ ഒരു ഭാഗം ഉണ്ടോ, തലക്കെട്ടിൻ്റെ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഒരു ആ ഷെയ്ഡ് നോക്കണേ. ഇതൊരു ആ മിഡിൽ ആ ടോൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ടോട്ടൽ ഒരു മിഡിൽ ടോണാണ്, പക്ഷെ ഇതിൽ രണ്ട് മൂന്ന് ഭാഗത്ത് ഹൈലൈറ്റ് വന്നിട്ടുണ്ടെന്ന് ആ മാത്രമേ ഉള്ളൂ. ഹൈലൈറ്റ്. അപ്പോൾ നമ്മൾ വരച്ചപ്പോൾ ഒരുപാട് ഭാഗത്ത് വൈറ്റ് എടുത്ത് നിൽക്കുന്നുണ്ട്. ചെയ്യേണ്ട കാര്യം ആ ഇത്രേ അത് ഡാർക്ക്നെസിന്റെ ഇതല്ലേ സാർ, ഉള്ളൂ. പെൻസിലിന്റെ. പെൻസിലിൻ്റെ ആണ്, പക്ഷേ സെയിം പെൻസിൽ വെച്ചിട്ട് തന്നെ ഒരു ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത്. നമുക്കത് ബെറ്റർ ആക്കാൻ പറ്റും. ഉം. ഈ ഒരു ഷെയ്ഡിലോട്ട് അത് വരണം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഫേസിന്, നമ്മൾ ചെയ്യുമ്പോൾ ഡിഫറൻസ് ഉണ്ടോ, അങ്ങനെ വരുമ്പോഴാണ് ഈ ഫേസിലോട്ട് ഫോക്കസ് കിട്ടുക. അപ്പം ഇനി ചിത്രങ്ങൾ റെഫർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡെപ്തിൽ അവിടുത്തെ ഷാഡോ എന്താണ്, ലൈറ്റ് എന്താണ്, ടോട്ടലി നോക്കി കാണാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഓരോ ഭാഗങ്ങളും ഡീപ്ലി നോക്കാതെ ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ടോട്ടലി എന്താണ് അവിടെ സംഭവിക്കുന്നത് നോക്കി കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ഇതിൻ്റെ പിന്നെ അടുത്ത ലെയർ ഷെയ്ഡ് ഉള്ളത് ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇപ്പം ഇതേപോലത്തെ ബ്ലാക്ക് കിട്ടണമെങ്കിൽ നമുക്ക് 8B 10B പെൻസിൽ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതിനും ലിമിറ്റേഷൻ ഉണ്ട്. ഏറ്റവും ബെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് ചാർക്കോൾ പെൻസിലാണ്. ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്താലാണ് ഈ ഒരു ഇത്രയും ബ്ലാക്ക് നമുക്ക് കിട്ടുള്ളൂ. മിക്കവാറും ഇത് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്ത് ചെയ്തൊരു വർക്കാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇനി പെൻസിലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലൂടെ തന്നെ ഒരു ലെയറും കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതും കൂടി ചെയ്ത് കാണിച്ചപ്പോൾ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഈ താടിയുടെ ചുറ്റും ഇങ്ങനെ ബ്ലാക്കിലൊരു ലെയർ വന്നത് കണ്ടോ, ആ വൈറ്റ് താടി എടുത്ത് കാണുന്ന ലെവലിലോട്ട് നമ്മുടെ ഡ്രോയിങ് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അപ്പം ഇനി ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 2 തരത്തിലാണ് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഒന്ന് പ്രാക്ടീസിന് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് മാസ്റ്റർ പീസ് ആർട്ട് വർക്കും. പ്രാക്ടീസിന് വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കും, കുറച്ച് ടൈമിൻ്റെ അകത്ത് ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കും. പക്ഷേ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരു ചിത്രം എടുക്കുക, കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, 2-3 മാസമൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മാക്സിമം റിസൾട്ട് കിട്ടുന്ന രീതിയിൽ വേണം അത് വരയ്ക്കാനായിട്ട്. ഇവിടെ ഓരോരോ ഭാഗങ്ങൾ നോക്കുക. ഇവിടെ താടിയുടെ ഈ ഒരു ഭാഗത്തുണ്ട് ഒരു ഡാർക്ക് ടോൺ പോയിരിക്കുന്നുണ്ടോ, അപ്പം അത് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. വരച്ചതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, കുറച്ചും കൂടി ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ടൂളും അപ്ഗ്രേഡും കൂടി ചെയ്താൽ മതി, നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അതിനുവേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല, ഇനി കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അത്രയും സിമ്പിളാണ് കാര്യം. പിന്നെ ഫേസിലോട്ട് വരുന്ന സമയത്ത് ഫേസിലിപ്പോൾ ഒരുപാട് ഭാഗത്ത് വൈറ്റ് ഒരുപാട് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടൈം ഫേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫേസിൻ്റെ ടോൺ നോക്കുക. വൈറ്റ് ഉള്ള ഭാഗങ്ങൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഹൈലൈറ്റ് ഉള്ള ഭാഗങ്ങളായിരിക്കും. അതിന് പകരം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒരു ലൈറ്റ് ഗ്രേ ടോൺ ഉണ്ട് കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ ഗ്രേ ടോൺ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പർ സാർ ഒരു ഇച്ചിരി ഓഫ് വൈറ്റ് പോലത്തെ ഡ്രോയിങ് ബുക്കാണ്, സ്കെച്ച് ബുക്കാണ് യൂസ് ചെയ്തത്. ഒരുപാട് റഫ് ആണോ അതിന്റെ? അത് ഏത് ബ്രാൻഡാ? സ്കാലർമുണ്ട് 150 സ്കോളർ. GSM. അങ്ങനെയാണ് യൂസ് ചെയ്തത്. അപ്പൊ അതിന് ഒരു ഓഫ് വൈറ്റ് കളറാവും. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഇതൊന്ന് ഐവറി ഷീറ്റ് പറ്റുകയാണെങ്കിൽ ഐവറി ഷീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, വാങ്ങുന്നുണ്ടെങ്കിൽ. കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. റിയലിസ്റ്റിക് ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് ഐവറി ഷീറ്റിലൂടെ നമുക്ക് കിട്ടും. കണ്ടോ, അപ്പോൾ ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുൻപത്തുള്ളതിനേക്കാൾ ഞാൻ ഡിഫറൻസ് കാണിച്ചു തരാം. കണ്ടോ വ്യത്യാസം കണ്ടോ? കുറച്ചും കൂടി ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മുൻപത്തുള്ളതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ചിത്രം കിട്ടി. സെയിം ചിത്രം തന്നെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഡാർക്കർ പെൻസിലും ഒക്കെ വെച്ചിട്ട് ഇതിൽ കൂടെ 2-3 ലെയറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ലെവലിലോട്ട് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കോളൂ. അപ്പം നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞ്. ഒന്ന്, ഇനി റെഫറൻസ് പിക്ചർ എടുക്കുമ്പോൾ കുറച്ചും കൂടി നെക്സ്റ്റ് ലെവലിലുള്ള പിക്ചേഴ്സ് എടുക്കാനായിട്ട് നോക്കുക. ഒന്നില്ലെങ്കിൽ നല്ല റിയലിസ്റ്റിക് ആയിട്ട് വരച്ച ചിത്രങ്ങൾ എടുക്കാം. അത് ഇമ്പ്രൂവ് ആവുന്ന സമയത്ത് റിയൽ ഫോട്ടോസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് എടുക്കാം. പിന്നെ മെറ്റീരിയൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട ടൈമായി, അപ്പം അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാം. വേറെ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ? പെയിന്റിങ് ഞാൻ പറഞ്ഞില്ല സാർ, 2 വർഷം മുമ്പ് വരെ ചെയ്യുമായിരുന്നു നല്ല രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം സാറിന്റെ ക്ലാസ് തുടങ്ങിയതിന്റെ ഒപ്പം തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് മീഡിയമാണ് യൂസ് ചെയ്യുന്നത്? ഇത് ആക്രിലിക്കാ. ഇതൊക്കെ എന്താ ഒട്ടിച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ ക്ലേ ആണ് സാർ. നമ്മുടെ ഇത് ഫെവിക്രിലിന്റെ ഒരു ഇത് വരുന്നില്ലേ,
ഉം. മോൾഡിറ്റ് എന്ന് പറഞ്ഞൊരു ക്ലേ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലും വർക്ക് ചെയ്യുന്നുണ്ട് ഫെവിക്രിലിന്റെ ടീച്ചറായിട്ടേ. ഓക്കെ ഓക്കെ. അവരുടെ ക്ലാസ് എടുക്കാനൊക്കെ പോവും. ഇതെല്ലാം ആ സമയത്ത് അതിനു മുമ്പ് ചെയ്ത് വെച്ചിരുന്ന വർക്ക് ഇതല്ല. നന്നായിട്ടുണ്ട്. ഡ്രോയിങ്ങും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. മുൻപ് വരച്ചതിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ് ആയി, കുറെ കൂടി കോൺഫിഡൻ്റ് ആയ പോലെ ഒരു ഫീൽ കാണുന്നുണ്ട്. ഉണ്ട്. അപ്പം എന്തായാലും ഇനി ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഒരു ചിത്രം എടുക്കുക, അതെ. അതൊരു 5-8 ഉം. മണിക്കൂർ എടുത്തിട്ട് ലെയർ ബൈ ലെയർ ചെയ്ത് 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 5-8 മണിക്കൂർ ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒരുമിച്ചിരിക്കരുത് 5-8 മണിക്കൂറിന് ടോട്ടലി ഞാൻ പറഞ്ഞു. ആ, ആ. ഒരുമിച്ചിരിക്കരുത്, പതിയെ ഞാനിങ്ങനെ പതിയെ ഈ ചെയ്താൽ മതി. പിക്ചർ തന്നെ ചെയ്തത് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, പിന്നെ ആ ബേസ് എല്ലാം ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒറ്റ ഇരിപ്പിൽ നിന്ന് ആ ഷെയ്ഡ് മൊത്തം ചെയ്തത്. വരച്ച് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ട് പിന്നെ ഷെയ്ഡിങ് ഒരുമിച്ചങ്ങ് ചെയ്തു. യെസ്, ഇനി നമുക്ക് ടീച്ചിങ്ങിന്റെ കാര്യത്തിലോട്ടൊന്ന് ഡിസ്കസ് ചെയ്താലോ? അതെ. നമുക്ക് ഇപ്പം കുട്ടികളുടെ ക്ലാസ്സിലുണ്ടല്ലോ കുറച്ചൊന്ന് ഡിസ്കസ്. ഇപ്പൊ ഉം. ഇവിടെ എന്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളാണ് അവിടെ വരുന്നത്? അവിടെ 5, 6, 5-ാം ക്ലാസ്സിലെ കുട്ടികളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. 6, 7 ഉണ്ട്. സിലബസ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതോ ഗവൺമെന്റിന്റെ സിലബസ് ഉണ്ടോ? ഗവൺമെന്റിന്റെ സിലബസ് ഉണ്ട്. നമ്മുടെ ഷെയ്ഡിങ്, അത് ഒബ്ജക്റ്റ് ഒക്കെ കൊടുത്ത് വരപ്പിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ആർട്ട് ടീച്ചേഴ്സ് എന്നുണ്ട് ഒരു ഇതുണ്ട്. പക്ഷെ അവരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇതെടുക്കുന്നേ ഉള്ളൂ, പഠിപ്പിക്കുന്നേ ഉള്ളൂ. ഉം. ഇപ്പൊ സ്കൂളിലൊന്നും എല്ലാ പോസ്റ്റും ഇല്ലല്ലോ ഇപ്പം. അതെ അതെ അതെ. ഇപ്പൊ എന്ത് സ്ട്രക്ചർ, എന്ത് സിലബസാണ് ഫോളോ ചെയ്യുന്നത്? എങ്ങനെയാണ് അത് വരുന്നത്? ഇപ്പൊ ഒരു 5-ാം ക്ലാസ്സിലെ ക്ലാസ് ആണെന്ന് വിചാരിച്ചോ, അതിന്റെ ഉം. അകത്ത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക? അതിൽ ലൈൻസിന്റെയാണ് ആദ്യം ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് ഷേപ്പിന്റെ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പൊ ആ ഉം. ഷേപ്പ് വെച്ചാണ് ഇപ്പൊ ഞാൻ വരപ്പിച്ചോണ്ടിരിക്കുന്നത്. ഓവൽ ഷേപ്പ്, റൗണ്ട് ഷേപ്പ് ഒക്കെ വെച്ചാ ഹെന്നിന്റെ ഒക്കെ വരച്ചത്. ഉം. പിന്നെ അത് കഴിഞ്ഞപ്പോ ആ സാറിപ്പം എന്നാ നാച്ചുറൽ ആയിട്ടുള്ള വരയ്ക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ, സീനറിയുടെ. ഉം. അങ്ങനെ 2-3 പിക്ചർ വരപ്പിച്ചായിരുന്നു. ഉം. പിന്നെ ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ട് അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ഭാഗമാക്കിയിട്ട് ഒരു സൈഡ് ബോർഡ് വരച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് അവരെ കൊണ്ട് തന്നെ വരപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ. സിമെട്രിക്കൽ ഡ്രോയിങ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടോ? ആ, ഇപ്പം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഇവർക്ക് എങ്ങനെയാ മന്ത്ലി എത്ര ക്ലാസ്സാണ് വരുന്നത്? മന്ത്ലി അവരുടെ എനിക്ക് ഓരോ ദിവസം ഓരോ ക്ലാസ് വെച്ചേ കിട്ടത്തുള്ളൂ. പീരീഡ് ഉള്ളതല്ലേ അവിടെ. അതായത് ആഴ്ചയിൽ ഒരു ക്ലാസ് ആണോ വരുന്നത് അവർക്ക്? ആ, ആഴ്ചയിൽ വരിക. ഒരു പീരീഡ്. ചിലപ്പം ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എക്സ്ട്രാ അവിടെ കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു കാര്യം, 1 ഇയർ, ഒരു വർഷത്തെ ക്ലാസ് അല്ലേ ടോട്ടൽ? ആ, ഒരു വർഷത്തെയാണ്. ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ. ഇത് എന്തിനാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ചെയ്തൊരു കാര്യമാണ്. ഒരു വർഷം ഇവർക്ക് എത്ര ക്ലാസ് കിട്ടും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ. എത്ര പീരീഡ് നമുക്ക് ഇവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഉം. അപ്പം അതിൻ്റെ 80% എടുക്കുക. 80% വെച്ച് കഴിഞ്ഞാൽ ഷുവറായിട്ടും അതിൻ്റെ 80% നമുക്ക് തീർച്ചയായിട്ടും പീരീഡ് നമുക്ക് കിട്ടും. ബാക്കി പല കാരണങ്ങളാൽ പീരീഡ് നമുക്ക് കയ്യിൽ ആ, നിന്ന് അതുകൊണ്ട് മിസ്സാവും. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും വർക്ക് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളിലോട്ട് പോകാൻ പറ്റത്തില്ല. മിസ്സാവും. അപ്പോൾ ഏകദേശം ഒരു 80% പറയുമ്പോൾ എത്ര ക്ലാസ് ഉണ്ടായിരിക്കും? ചുമ്മാ ഒരു നമ്പർ പറഞ്ഞാൽ മതി, വെറുതെ. ഒരു 40 ക്ലാസ്സിനടുത്ത് കിട്ടുമായിരിക്കും. എന്നുവെച്ചാൽ ഇവരുടെ മേളയും അത് ഇതെല്ലാം വന്നു കഴിയുമ്പം ഇപ്പം മേളയൊക്കെ നടക്കുന്ന സമയമായിരുന്നു. ഇപ്പം അടുത്ത ആഴ്ച ജില്ലാ കലോത്സവമാണ് ആലപ്പുഴയില്. ഉം. അങ്ങനെയൊക്കെ വരുമ്പം ക്ലാസ് മിസ്സാവുന്നുണ്ട്. ഒരു 40 ക്ലാസ് നമുക്ക് കിട്ടി. ഞാൻ ആ. ഞാൻ ആക്ച്വലി ഹൊറൈസോൺ പബ്ലിക് സ്കൂൾ, CBSE സ്കൂളാണ്. ഞാൻ കൊറോണ ടൈമിൽ ഒരു 1 ഇയർ അവിടുത്തെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചായിരുന്നു. അപ്പം ഞാൻ എടുത്തൊരു പാറ്റേൺ എങ്ങനെയാണ്, ഞാൻ ആദ്യം അവരുടെ അടുത്ത് ചോദിച്ചു ടോട്ടൽ എത്ര ക്ലാസ് ഞാൻ പഠിപ്പിക്കണം എന്ന് ചോദിച്ചു. ഒരു വർഷം. അപ്പോൾ ഒരു നമ്പർ പറഞ്ഞു. ഉം. ഉം. എന്നിട്ട് ഞാൻ അതിനെ ഉം. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കാറ്റഗറി ആക്കി തിരിക്കും. ഇപ്പോൾ 40 ക്ലാസ് ആണെങ്കിൽ നമുക്ക് 10 ക്ലാസ്സിൻ്റെ 4 സെക്ഷൻ ആക്കിയിട്ട്, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഇങ്ങനെ ചെയ്യണം എന്നല്ല, ഒരു ഐഡിയ മാത്രമാണ്. ഉം. 10 ക്ലാസ്സിൻ്റെ 4 സെക്ഷനാക്കി തിരിക്കാം. എന്നിട്ട് ഈ 10 ക്ലാസ്സും ഓരോ തീം ബേസ്ഡ് ആക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ 10 ക്ലാസ് ലാൻഡ്സ്കേപ്പ്, അല്ലെങ്കിൽ വേണ്ട, ഏറ്റവും ബേസിക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ 10 ക്ലാസ് കാർട്ടൂൺ ഡ്രോയിങ്, അടുത്ത 10 ക്ലാസ് ലാൻഡ്സ്കേപ്പ്, അടുത്ത 10 ക്ലാസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അടുത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞ് അനിമൽസ് വയ്ക്കാം. ഉം. ഇങ്ങനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന തിയറി പാർട്ടൊക്കെ ഇതിൻ്റെ അകത്ത് കൂടെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാർട്ടൂൺ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന തിയറി പാർട്ട് എന്തൊക്കെയാണെന്ന് ആലോചിക്കാം. ഇപ്പോൾ ലൈൻസിൻ്റെ ബേസിക്സ് പഠിപ്പിക്കാം, ഷേപ്സ് പഠിപ്പിക്കാം, പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള കളറിങ് പഠിപ്പിക്കാം. മനസ്സിലായോ? അതുപോലെ ലാൻഡ്സ്കേപ്പ് ആ. പഠിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും? ക്രിയേറ്റീവായിട്ട് എങ്ങനെയാണ് പുതിയൊരു ചിത്രം ബിൽഡ് ചെയ്യാന്ന് പഠിപ്പിക്കാം.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോളം വരച്ചിട്ട് കംപ്ലീറ്റ് ആക്കാനുള്ള പരിപാടികൾ കൊടുക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പഠിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും? സിമെട്രിക്കൽ ഡ്രോയിങ്, ഒരുവിധം ഫ്രൂട്ട്സ് ഒക്കെ സിമെട്രിക്കലാണ്, സിമെട്രിക്കൽ ഡ്രോയിങ് പഠിപ്പിക്കാം. ലൈറ്റ് ആൻഡ് ഷാഡോ പഠിപ്പിക്കാം. അനിമൽ ഡ്രോയിങ് ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ പഠിപ്പിക്കാൻ പറ്റും? അനിമൽ ഡ്രോയിങ് ആണെങ്കിൽ നമ്മുടെ മെത്തേഡ്സ്, ഷേപ്പിംഗ് നമ്പേഴ്സ് മെത്തേഡ്, ഉപയോഗിച്ചിട്ടൊക്കെ. നമ്പേഴ്സ് ഉപയോഗിച്ച് വരയ്ക്കാൻ പഠിപ്പിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഓരോ കാറ്റഗറിയുടെ അകത്ത് നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റുന്ന 3 or 4 മെത്തേഡ്സ് ലിസ്റ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി കുട്ടികൾ ഒരു ടോപ്പിക്, ഇത് കുട്ടികളുടെ അടുത്ത് നേരത്തെ പറയണം, നമ്മൾ ഇനി വരുന്ന 10 ക്ലാസ് കാർട്ടൂൺ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അവരുടെ സജഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺസ് എൻ്റെ അടുത്ത് പറയുക, ഞാൻ ലിസ്റ്റ് ഇടാം. ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക് പഠിക്കും. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പും, നിങ്ങൾക്ക് എന്തൊക്കെ ലാൻഡ്സ്കേപ്പ്, മൗണ്ടൻ ആണോ ഇഷ്ടം, അതോ സീസ്കേപ്പ് ആണോ ഇഷ്ടം, അതൊക്കെ അവരുടെ അടുത്ത് ചോദിക്കാം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, എന്ത് ഫ്രൂട്ട്സ് ആണ് വെജിറ്റബിൾ ആണ് ഇഷ്ടം എന്ന് ചോദിക്കുക. അപ്പൊ അതിൻ്റെ ഒപ്പം എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ട്, ഇവർക്ക് ഡ്രോയിങ്ങിന്റെ മെത്തേഡുകൾ കിട്ടും. കൂടാതെ ഈ ഫ്രൂട്ട്സിനെ കുറിച്ചും വെജിറ്റബിൾസിനെ കുറിച്ചും ചെറിയ ചാർട്ട് പോലെ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച്, പിന്നെ അറിയാലോ അത് ക്രാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഫ്രൂട്ട്സിന്റെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യിപ്പിക്കാം. അപ്പൊ ഈ 10 ക്ലാസ് എന്ന് പറയുന്നത് 10ഉം ആർട്ട് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ക്ലാസ് മാത്രമല്ല, അതിൻ്റെ അകത്ത് കുട്ടികൾക്ക് ABCD പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സിന്റെ പേരുകൾ പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ കുറച്ചും കൂടി നമ്മുടെ ഞങ്ങളുടെയൊക്കെ അവർക്ക് സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടാണ് ബന്ധപ്പെട്ടാണ് പഠിപ്പിക്കേണ്ടത്. കൂടുതൽ അവരുടെ സയൻസ്, മാത്സ് അതിലായിട്ട് ബന്ധപ്പെട്ട് വേണം സ്കൂളിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിന്റെ ബെനിഫിറ്റ് കുറെ നാളൊക്കെ കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ തോന്നി, വീട്ടിൽ തന്നെ ഒരു ആർട്ട് സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വെക്കേഷൻ ഉണ്ടായിരുന്ന ഒരു കുട്ടി, ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടുപേരും ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അവര് അവധി കിട്ടുമ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാമോ? നോക്കാം. എനിക്ക് 3 കാര്യങ്ങളെ കുറിച്ച് അറിയാനുണ്ട്. കോഴ്സിന്റെ അകത്ത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് 3 സപ്പോർട്ടീവ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് കോഴ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. ഒന്ന് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ വീക്കിലി മീറ്റിംഗ് ആണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പാണ്. അപ്പൊ ഈ 3 കാര്യം എങ്ങനെയാണ് നമ്മുടെ ഡ്രോയിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തതെന്ന് പറയാമോ? ആദ്യം തൊട്ട് തുടങ്ങാം. റെക്കോർഡർ ക്ലാസ്സുകൾ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്? പിന്നെ ഇത് കേൾക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടാവും. ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സിന്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റുഡൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ, കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ മടിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പൊ മാം എങ്ങനെയാണ് മടിയൊക്കെ മാറ്റി കൃത്യമായിട്ട് പ്രാക്ടീസ്, ഇപ്പൊ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് വരച്ച്, ഇതിനുവേണ്ടി എന്തൊക്കെ ആക്ഷൻ എടുത്തു എന്ന് പറയാം. റെക്കോർഡ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ഷൻ എടുത്തു? റെക്കോർഡ് ക്ലാസ് ഞാൻ കൂടുതലും വൈകുന്നേരങ്ങളിലാണ് കൂടുതലും കേൾക്കാനിരിക്കുന്നത്, വർക്ക് കഴിഞ്ഞ് വരുമ്പം. അപ്പം കേട്ടോണ്ടിരുന്നിട്ട് ആദ്യം ഒരു തവണ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കും. അത് കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാൻ നോക്കും. ചെയ്ത് ശരിയായില്ലെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ ഒന്നും കൂടെ കേട്ടിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയിട്ടൊന്ന് നോക്കും. അങ്ങനെ കുറെ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ മനസ്സിലാകാത്തതൊക്കെ. സാറ് ഏതാ ഒരു ദൂരത്തുള്ള വ്യൂയുടെ ഇതുണ്ടായിരുന്നല്ലോ, പെർസ്പെക്റ്റീവ്. അത് സാർ ഒരു വീഡിയോ നല്ല സ്പീഡിലല്ലേ കൊണ്ടിട്ടിരുന്നേ. അപ്പം അത് ഇങ്ങനെ സ്പീഡ് ചെയ്തപ്പോൾ സ്ലോ ചെയ്തിട്ട് നമുക്ക് വരച്ചു. പക്ഷെ അടുത്ത വീഡിയോ ചെയ്തപ്പോൾ സാറ് സ്ലോയിലായിട്ട്, അപ്പൊ ഒന്നും കൂടെ നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റിയത്. ഒത്തിരി നല്ല ഇതായിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ആദ്യം കുറെ നോക്കി, പിന്നെ ഇച്ചിരി ഒരു ഇത് വന്നപ്പം കളർ പെൻസിലോട്ടൊന്ന് ചെയ്തു. കളർ പെൻസിൽ ചെയ്തപ്പോൾ സാറ് പഴയ സ്റ്റോക്കാര് പെൻസിലായിരുന്നു. അപ്പൊ അതിന്റെ ഷെയ്ഡിങ് ശരിയായില്ല. അതും കുറച്ച് ചെയ്ത് നോക്കി, ഒരു 20% അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് പറഞ്ഞു ഷെയ്ഡിങ് കറക്റ്റ് ആക്കിയിട്ട് അതിനകത്തോട്ട് പോകുന്നതാ നല്ലതെന്ന് പറഞ്ഞപ്പം അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനി ഇത് കഴിയുമ്പോൾ നോക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇത് നല്ല ക്ലാസ് ആയിരുന്നു. വീക്കിലി മീറ്റിംഗുകൾ എങ്ങനെയുണ്ട്? എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഒപ്പം വരയ്ക്കാൻ പറ്റിയതും അത് നല്ലവണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി പേരുടെ അഭിപ്രായം എല്ലാം കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊന്നും കൂടെ വരയ്ക്കാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് ഒന്നും കൂടെ. ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ സ്റ്റുഡൻസ് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്ന ഞാൻ വായിക്കാറുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് അവര് പറഞ്ഞത്, ഗ്രൂപ്പ് വന്നേ പിന്നെ ചിത്രങ്ങൾ വരച്ച് ഇടാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. അത് ഞാൻ വായിച്ചായിരുന്നു. എല്ലാരും വരയ്ക്കുന്നത് കാണുമ്പോൾ എനിക്കും വരയ്ക്കാൻ തോന്നുന്നു. കണ്ടായിരുന്നു സാർ. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് ഈ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല. കാരണം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് തുടങ്ങി എങ്ങനെയാ അത് കൊണ്ടു നടക്കാന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഗ്രൂപ്പ് എത്രത്തോളം ബെനിഫിറ്റ് ആയിട്ട് മാറുന്നുണ്ട്? ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയാണ് ഇൻപുട്ട്? ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് മാത്രമല്ലല്ലോ, ഗ്രൂപ്പിന്റെ അകത്ത് ഒരുപാട് പേരുണ്ട്. അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവരുണ്ട്. അവർ വരയ്ക്കുന്നത് കാണുമ്പോൾ നമുക്കും അതുപോലെ ചെയ്യാൻ പറ്റും എന്നൊരു ഇതുള്ളതുകൊണ്ട് കൂടുതൽ പിന്നെയും വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. മടി പിടിച്ചിരിക്കുന്നില്ല ഏതായാലും.
നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒപ്പം ഉള്ളവർ വരയ്ക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ഞാൻ വരയ്ക്കണേക്കാൾ കൂടുതൽ നമ്മുടെ ഒപ്പം പഠിക്കുന്നവർ വരയ്ക്കുന്ന ആണ് കാണുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒന്നും നമുക്ക് കൂടെ വരയ്ക്കാൻ പറ്റും. ഇതാണ്. അതും കുട്ടികൾ വരെ വരയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം അവരോടൊപ്പം എത്താൻ പറ്റിയില്ലേലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. യെസ്, ഒരുപാട് സന്തോഷം. പിന്നെ ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പം ഞാനിപ്പോൾ അഡ്മിഷൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ഒരുപാട് സ്റ്റുഡൻസ് ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഉം. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലോട്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബിലോട്ട് വരാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരുടെ അടുത്ത്, ആർട്ട് ലവേഴ്സിൻ്റെ അടുത്ത് എന്തൊക്കെ സജഷൻസ് ആണ് കൊടുക്കാനുള്ളത്? അല്ലെങ്കിൽ ആർട്ട് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം? അല്ലെങ്കിൽ ഓരോ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അകത്ത് വരുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറയാമോ? ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ കൈ എത്തുന്ന ദൂരത്ത് എടുത്തു വെച്ചിരിക്കണം. നമുക്ക് എന്തെങ്കിലും അതൊക്കെ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം. ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ അത് ഇന്ന സാധനം വേണം തപ്പി നമ്മൾ അങ്ങോട്ട് ദൂരോട്ടൊന്നും പോകാൻ പാടില്ല. ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. പിന്നെ സംശയമുള്ള കാര്യം സാറിനോട് ഓപ്പണായിട്ട് തുറന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം വേണം. അതാണ് കൂടുതലായിട്ടും വേണ്ടത്. വീഡിയോ ഓപ്പൺ ചെയ്ത് സാറിനോട് ചോദിക്കാനുള്ള ഒരു ഇത്. നമുക്ക് വരയ്ക്കാൻ ഇൻട്രസ്റ്റ് വേണം. എന്നാലേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ അതിനുവേണ്ടി മടി ടൈം മാറ്റി പിടിച്ചിരുന്ന് വയ്ക്കണം അല്ലേ? മാറ്റി വയ്ക്കണം. ഒരു ദിവസമെങ്കിലും ഒരു ചെറിയ ഡ്രോയിങ് വരയ്ക്കണം. അതാണ് മസ്റ്റായിട്ട്. കൈ ഒന്ന് വഴങ്ങാനായിട്ടും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാനൊക്കെ മുമ്പായിട്ട്, മിനിമം ഇപ്പോൾ വന്നിരിക്കുന്നത് കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന ഒരു ഹോൾ ഓഫ് ഫെയിമിലോട്ടാണ്. ബാക്കിയുള്ളവർ കേൾക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് ഒരുപാട് സ്റ്റെപ്സ് കംപ്ലീറ്റ് ആക്കി, 2, 3, 4 ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്ത് ആ ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്ത് ഒരു അച്ചീവ്മെൻറ്റിലോട്ട് വരുമ്പോഴാണ് ഞാനായിട്ട് 1 to 1 ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ അച്ചീവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണ് മിനി മാം. അപ്പോൾ ഇനി എനിക്ക് വേണ്ടത് മിനി മാമിൻ്റെ നെക്സ്റ്റ് ഗോൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഹോൾ ഓഫ് ഫെയിമിലോട്ട് വരുന്ന എല്ലാവരും ഞാൻ കുറച്ചും കൂടി ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്ത സ്റ്റെപ്പ്, അടുത്ത അച്ചീവ്മെൻറ്റ് നമുക്കുണ്ട്. അതിലോട്ടൊക്കെ ഇവരെ വീണ്ടും വീണ്ടും അടുത്ത അച്ചീവ്മെൻറ്റിലോട്ട് കൊണ്ടുവരാന്നുള്ളതായിരിക്കും എൻ്റെ ഗോള്. അതിനുവേണ്ടി നമ്മുടെ റെക്കോർഡർ ക്ലാസ്സുകളിലും വീക്കിലി മീറ്റിങ്ങുകളിലും ഒക്കെ ആക്റ്റീവായിട്ട് ഞാൻ കുറേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടായിരിക്കും. പിന്നെ എന്താണ് അടുത്ത ഗോള് ആയിട്ടുള്ള ആർട്ടിൽ, അല്ലെങ്കിൽ ഓവറോൾ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അകത്തൊക്കെ ഉള്ള കുറച്ചൊന്ന് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന 2-3 ഗോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കാം. നല്ലൊരു പോർട്രേറ്റ് കംപ്ലീറ്റ് ആക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ സ്കൂളിലെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠനം, നല്ല രീതിയിൽ അവരെ കൊണ്ട് നല്ല രീതിയിൽ വരപ്പിക്കാൻ സാധിക്കണം. അതാണ് മെയിനായിട്ടുള്ള ഇത്. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എത്തരത്തിലൊരു പോർട്രേറ്റ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത്, എന്ത് ടൈപ്പാണ്? മറ്റേ നമ്മുടെ റിയലിസ്റ്റിക് നമ്മൾ അതും ചെയ്യണമെന്നുണ്ട്. പിന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് ഇതായിട്ടുള്ള ആനിമൽസിന്റെ ഇത് നേച്ചറലായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ചെയ്യാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പോൾ 2 ഗോള്, ഒന്ന് ഒരു പോർട്രേറ്റ് റിയലിസ്റ്റിക് കംപ്ലീറ്റ് ആക്കണം, പിന്നെ ഒരു അനിമൽ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കണം അല്ലേ? പിന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അതിൽ അവരെയും കൊണ്ട് നമുക്കൊന്ന് വരപ്പിക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുവരണം. yes, yes, yes. അവർ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിലും അതിൽ ഞാനൊരു ഇൻപുട്ട് തരാം. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ ഉണ്ടല്ലോ, അത് മെഷറബിൾ ആണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. മെഷറബിൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്കും ആഗ്രഹമുണ്ട് സ്റ്റുഡൻസിന് നല്ല റിസൾട്ട് കിട്ടണമെന്ന്. പക്ഷേ അത് മെഷറബിൾ അല്ല. എന്തിൻ്റെ ബേസിൽ ആണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ റിസൾട്ടിനെ മെഷർ ചെയ്യാന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വലിയൊരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് ഞാൻ ഈ പറയുന്ന അച്ചീവ്മെൻറ്റുകളും റിവാർഡ് സിസ്റ്റവും ഡെവലപ്പ് ചെയ്തത്. അപ്പം അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാം റിവാർഡിലോട്ടൊരു സ്റ്റുഡൻറ്റ് വരുന്ന സമയത്ത് ആ സ്റ്റുഡൻസിന് ഇപ്പം മിനിമമിൻ്റെ റിസൾട്ട് കിട്ടിയോണ്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കില്ല. അപ്പം എൻ്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം സ്റ്റുഡൻസിനെ റിവാർഡ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരിക. വൺസ് ഒരു ബേസിക് റിവാർഡ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തടുത്ത റിവാർഡിലോട്ട് വരാനായിട്ട് അവരെ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ചെയ്യുക, അവരെ കുറച്ചും കൂടി ക്ലോസ്ലി മോണിറ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അതേപോലെ എന്തെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റില്ല. കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് മെഷറബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും, ചിലപ്പോൾ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റിൻ്റെ അകത്തുനിന്ന്, കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൻ്റെ അകത്തുനിന്ന് ഇത്ര കുട്ടികൾക്ക് കോമ്പറ്റീഷന് പ്രൈസ് കിട്ടി. പക്ഷേ എനിക്ക് ഈ വർഷം ഇത്ര കുട്ടികൾക്ക് പ്രൈസ് കിട്ടുന്ന രീതിയിലോട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം. ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യാം, ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുക. മത്സരം നടത്തി കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ അസംബ്ലിയിൽ എന്തെങ്കിലും സമ്മാനം എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന കാര്യം അത്. അല്ലെങ്കിൽ കൂടുതൽ അറിയാവുന്ന കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് കുട്ടികൾക്ക് ഒന്നും കൂടെ നമുക്ക് ട്രെയിനിങ് വേണമെങ്കിൽ കൊടുക്കാൻ വേണമെങ്കിൽ, എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് അവരെ ഒന്നും കൂടെ കോമ്പറ്റീഷന് വേണ്ടി റെഡിയാക്കാനായിട്ട് സാധിക്കും.
അവർക്ക് മാർക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഉണ്ട്, മെഷർ അവർക്ക് തിയറി ചെയ്യാനായിട്ട്? പരീക്ഷയുണ്ട്. ആ, ഓണപരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, അങ്ങനെ തിയറി പരീക്ഷ വരുന്നുണ്ട്. പ്രാക്ടിക്കൽ എക്സാമും വരുന്നുണ്ട് അവരുടെ. ആർട്ടിന്റെ തന്നെ. ആർട്ടിന്റെ ഉണ്ട്, വർക്ക് എഡ്യൂക്കേഷൻ. ഞാൻ വർക്ക് എഡ്യൂക്കേഷന്റെ ആണ് കൂടുതലും നോക്കുന്നത്. ആർട്ടിന്റെ അവിടെ ടീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. മാർക്കിന്റെ ഒന്നും നോക്കാറില്ല. ആർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ മ്യൂസിക്, ഡ്രോയിങ്, ഡാൻസ് ആ സെക്ഷൻ ചേരുന്നത്. അപ്പൊ ഒരു മ്യൂസിക് ടീച്ചർ ഉള്ളതുകൊണ്ട് ആ ടീച്ചറാണ് അവിടെ ആ പേപ്പറൊക്കെ നോക്കുന്നത് അവിടെ. ഇത് നമുക്കൊരു റിവാർഡ് സിസ്റ്റം ബിൽഡ്, ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന പരിപാടി അറിയാലോ ക്ലാസ്സിന്റെ അകത്ത്, ഉം, ഉം, ഒരു റിവാർഡ് സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് നോക്കിയാലോ. അതായത് ഇപ്പോൾ നേരത്തെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കാർട്ടൂൺ ഡ്രോയിങ് ഉം, വരയ്ക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ് പോലെ, അല്ലെങ്കിൽ അവർക്കൊരു സ്പെഷ്യൽ ക്ലാസ് പോലെ, പിന്നെ നല്ല പ്രൈസ് കിട്ടുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു റിവാർഡ് പോലെ അവരെ കൊണ്ട് മറ്റുള്ള സ്റ്റുഡൻസിനെ ക്ലാസ് എടുപ്പിക്കുക. അവരൊക്കെ എങ്ങനെയാണ് പ്രൈസ് കിട്ടിയത്, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന അങ്ങനെ സെഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പം അതിൻ്റെ റിവാർഡ് സിസ്റ്റം ബിൽഡ് ചെയ്യണത് നല്ലതായിരിക്കും. ഉം. അപ്പം എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവാർഡ് കിട്ടുന്ന റിവാർഡ് എന്ന് വെച്ചാൽ പ്രൈസ് മാത്രമായിട്ട് കൊടുക്കരുത്. അതായത് പ്രൈസ് മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് മാത്രം ഫോക്കസ് പോകും. നേരത്തെ പറഞ്ഞ നല്ലൊരു എക്സാമ്പിളാണ്. പ്രൈസ് ഇടുന്ന കുട്ടികൾക്ക് സെപ്പറേറ്റ് ഒരു ട്രെയിനിങ് കൊടുക്കാം, നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികൾക്ക് ഒരു സെപ്പറേറ്റ് ഒരു മെൻറ്റർഷിപ്പ് കൊടുക്കാം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പം അതേപോലത്തെ പ്രൈസ് അല്ലാതെ അവരുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇപ്പം ഞാൻ നിങ്ങൾക്ക് പ്രൈസ് അല്ലല്ലോ തരുന്നത് ഇവിടെ വെച്ചിട്ട്, ആ, ഞാനായിട്ടുള്ള ആ, 1 ഇല്ല. to 1 അല്ലേ. അപ്പോൾ ആ. പ്രൈസിനേക്കാൾ അത് വാല്യുബിൾ ആണ്. അപ്പം അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പുതിയ പറ്റും. ഇപ്പോൾ ടൂൾസ് വരുന്നത് വേണമെങ്കിൽ കുട്ടികൾക്ക് അതിനെ പരിചയപ്പെടുത്തുകയോ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പറ്റും. പറ്റും അത്. അല്ലെങ്കിൽ സ്കൂളിന്റെ വാളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പെയിന്റ് ആ. ഒക്കെ വാങ്ങിച്ച് വാളിൽ അവർക്ക് ആർട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ അത് ശരി. റിവാർഡ് കിട്ടുന്ന കുട്ടികൾക്ക് അവരെ മുൻനിർത്തി വേണം അത് ചെയ്യാനായിട്ട്. അപ്പം അവരിത് ലീഡർഷിപ്പോടുകൂടി ചെയ്യുന്ന സമയത്ത് അവരെ കണ്ട് ബാക്കിയുള്ള സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ് ആവും. അവർക്ക് അതുപോലെ ചെയ്യാനായിട്ട് തോന്നും. അടുത്ത ലെവലാവുന്ന സമയത്ത് അവരും ഇമ്പ്രൂവ് ആയിട്ട് വരും. അത് ഇതാണ്. കണ്ടിട്ടുണ്ട്. ഈ ശാസ്ത്രമേളയുടെ ഇതിന് പോകുമ്പം കുട്ടികൾ പോകുന്ന കുട്ടികൾ ചെയ്യുന്നത് കാണുമ്പോൾ വന്ന് ചോദിക്കും, ടീച്ചറെ ഞങ്ങളും കൂടെ വരട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങളിപ്പം പഠിക്കുക, അടുത്ത വർഷം നമുക്ക് ചേരാം എന്ന് വരുന്നുണ്ട് കുട്ടികൾ ഇങ്ങനെ കണ്ടിട്ട്. അങ്ങനെ പ്ലാൻ ചെയ്തോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിനി എന്തൊക്കെ ചെയ്യാനുള്ളത്? റിയലിസ്റ്റിക് ഫോട്ടോ കളക്ട് ചെയ്ത് അത് വരയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അതിന്റെ നോക്കുക. പിന്നെ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യുക. ഇതായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് റിവാർഡ് സിസ്റ്റം പോലെയുള്ള ഐഡിയാസ് തന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. വീക്കിലി മീറ്റിംഗിൽ ഇനി വരുന്ന സമയത്ത് ധൈര്യമായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് എൻ്റെ അടുത്ത് സംസാരിക്കാം. ഞാൻ കുറച്ചും കൂടി ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. വരയ്ക്കുന്ന എല്ലാ ചിത്രങ്ങളും നമ്മൾ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുക. പിന്നെ കുറച്ചും കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഓരോ ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നേക്കാളും കൂടുതൽ ടൈം ഇനി മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് അച്ചീവ്മെന്റ് എന്താണെന്ന് അറിയാലോ അല്ലേ. അടുത്ത അറിയാം. അച്ചീവ്മെന്റിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് വർക്ക് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ സാർ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.